പറ്റുന്നില്ല. എന്തോന്നപ്പോ ഒരു പല്ല് വേദനയല്ലേ? പല്ല് വേദന ഒന്നും ഇവിടെ ആരും ചത്തൊന്നും പോയിട്ടില്ലെന്ന്. ഇതിനെയും കാടി ചത്തു പോണാണടി നല്ലത്. നാക്കെടുത്ത് വളയ്ക്കാതിരിക്കും. ഒന്ന് അവിടെ വയസ്സായിരിക്കുകയാണ് കേട്ടല്ല. എനിക്ക് സഹിക്കാൻ പറ്റില്ല. സഹിക്കാൻ പറ്റണം. ഒരു കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ കരയില്ലേ? കാല് വേദന ഉണ്ടോ? കാല് പറഞ്ഞ ഈ വേദന കൊണ്ട് ഞാൻ കയറി പിടിച്ചത്. ദൈവമേ, നമുക്ക് ആശുപത്രി പോവാം. ആശുപത്രി പോകാണ്ട. മണി എത്രയായി? മണി 7:30 കഴിഞ്ഞു തോന്നും. അയ്യോ, 10 മണിയെങ്കിലും കഴിയണം ആശുപത്രി തുറക്കാൻ. അത് കുഴപ്പമില്ല. അതെ, നമുക്ക് അപ്പച്ചി പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തിന്നിട്ട് നമുക്ക് വിശാലമായിട്ട് പുട്ട് കൂടെ വ്യാധി കൂടെ മരിക്കാൻ കിടക്കണ അവക്ക് പുട്ട്. അത് ഞാൻ ഒരു നല്ല കാര്യം പറഞ്ഞു. ഈ ഒരു കാര്യം ചെയ്യും, ആ യൂക്കാലിസ് എടുത്തോണ്ട് വാ. യൂക്കാലിസ് എടുത്തോണ്ട് വരാൻ. എവിടെ ഇരിക്കുന്നു? മേച്ചക്കകത്ത് കാണുന്നത് നോക്ക്. അയ്യോ, തുറക്കാൻ പറ്റുന്നില്ല. കിട്ടിയില്ലേ? കിട്ടിയില്ലെന്ന് ചോദിച്ചാൽ തുറക്കാൻ പറ്റണ്ടേ? എന്നാലും നമുക്ക് കിട്ടുള്ളൂ. ചിന്നുന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു. എന്തോ നിന്റെ താക്കോല? അല്ല, യൂക്കാലിത്തോളത്തേക്കുന്നുണ്ട്. ശരി, പോകുമ്പോഴത്തേക്ക് വരുമ്പത്ത് ഇതുപോലെ പഞ്ഞിയും കൂടെ കൊണ്ടുവരണം. പഞ്ഞി എന്തിന്? പഞ്ഞി അതിൽ മുക്കിയ വെക്കാൻ. ഇങ്ങനെ പിടയ്ക്കാതെ അയ്യോ. ഇവിടെ ഇരുന്നിട്ട് ഒരു ഭാവന പറഞ്ഞു, വെതർ ഭയങ്കര മോശം, റൂമിൽ പോയി ഫാനൊക്കെ ഇട്ടിരുന്ന് എഴുതാം, അതാകുമ്പോ ഭാവന വരും. റൂമിലോട്ട് പോട്ടെ. മാണ്ടിലോ ഒന്ന് ഇടിക്കുമ്പോ ഒന്ന് ഇടിച്ചല്ലോ, ഇത് ഹൈവേ കണ്ടില്ല അങ്കളെ. പേന ഇവിടെ കൈ ഒടിഞ്ഞെന്നാന്ന് തോന്നുന്നു. അമ്മേ, ഇതെന്തിന് പേന പേപ്പറൊക്കെ ആയിട്ട് കഥ എഴുതാൻ പോണ? കഥയല്ല, തിരക്കഥാ സംഭാഷണം. ഓ ഞാൻ നാളെ ഒരു തിരക്കഥാകൃത്താവില്ലെന്ന് ആര് കണ്ടോ? അത് നിങ്ങക്ക് പറ്റും. സൂപ്പർ അടി. നീയെങ്കിലും തിരിച്ചറിഞ്ഞില്ലടി, എന്റെ ഉള്ളിൽ ആ കലാപകാരിയാണ്. ഓ, കലാപകൂരിതമായ തിരക്കഥകൾ എന്റെ തൂലികയിൽ നിന്നാണ്ട പറ വരാൻ പോവുകയാണ്. നീ കണ്ടോ? പുച്ഛഭാവം അല്ലേ? ഞാൻ പറഞ്ഞത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എടി, ഇതിലൊന്നും ഞാൻ തളരൂല്ലടി. ഈ ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും, പിന്നെ അധിക്ഷേപിക്കും, പിന്നെ ആക്രമിക്കും, അവസാനമാണ് മറ്റേ അത് ആരാധിക്കുന്നത്. നീയൊക്കെ എന്നെ ആരാധിക്കുന്ന ഒരു സമയം വരും, മനസ്സിലായ? കൊച്ചു ഗേൾ, പോയി പണി നോക്ക്. അതൊക്കെ പോട്ടെ. പേപ്പർ എന്റെ മോൾ പങ്കൂട്ടന്റെ നോക്കട്ടെ. എന്റെ പേനയും തിരിച്ചുതരാ. ഞാൻ പോയി തിരക്കഥ എടുത്തിട്ട് വരാം. അല്ല, UK എടുത്തിട്ട് വരാം. UK കുറച്ചു മുമ്പേ ഒരു മരപ്പട്ടി വിളിക്കുമ്പോൾ സൗണ്ട് ഇടാൻ തോന്നുന്നു. ഒറ്റ അടിച്ചെന്നല്ല അച്ഛനെ വിളിച്ചാ? അച്ഛനെ വിളിച്ചില്ല. പിന്നെ നിങ്ങളുടെ അച്ഛൻ പുളയുകയാണ് സുഹൃത്തെ. എന്റെ അച്ഛൻ പുളകിതനാണെന്ന്? പുളകിതനാണെന്നല്ല, പല്ല് വേദന കൊണ്ട് പുളയുകയാണ്. അങ്ങനെ പുളയുക. ഞാൻ റൂമിൽ പോണു. നീ പൊയ്ക്കോ. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് അല്ലേ അപ്പച്ചി? എന്നോട് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതെന്തിപ്പ അങ്ങനെ പറയാം? അതല്ല, ചെറിയ ഒരു കുട, അതിന്റെ അകത്ത് വെള്ളം, അതിന്റെ മേളില് കുറ്റി, ഇതിന്റെ അകത്ത് പുട്ട്. ഈ ഒരു ആവിയിൽ വേവുന്നു, നമ്മൾ അത് പ്ലേറ്റിലാക്കി കഴിക്കുന്നു. കൊള്ളാല്ലേ? എടി, ആവശ്യങ്ങളാണ് എല്ലാ കണ്ടുപിടുത്തത്തിന്റെ മാതാവ്. അത് ശരിയാണ്. എടി, മാതാവ് എന്ന് പറഞ്ഞപ്പോഴാണ് നിന്റെ അച്ഛനമ്മയൊക്കെ എപ്പോ വരും? അവര് പരിശിനിക്കടവ് മുത്തപ്പനെയും കണ്ട് കുടുംബക്കാരെയും കണ്ട് 2 ദിവസം കഴിഞ്ഞേ വരും. ഓഹോ, അങ്ങനെയാണല്ലേ? അതെ, അതിന് മുമ്പ് വരേണ്ടി വരും കേട്ടോ. എന്ത്?
അപ്പു അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പം മരിക്കും എന്നാണ് പറയണത്. അയ്യോ എന്തോന്നു പറ്റി? പല്ല് വേദന. പല്ല് വേദനയാ? പല്ല് വേദനയ്ക്കാണോ മരിക്കൂ എന്നൊക്കെ പറയണത്? അത് തന്നെ. അങ്ങനെ കിടന്ന് ബഹളമാണെന്ന്. പനിപ്പ് എന്ത് വേണം? പക്ഷെ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് ഇറക്കി വിട്ട്. ആ അത് ഇന്നലെ എന്റെ അടുത്തും ദേഷ്യപ്പെട്ടു. ഇന്നലെ എന്റെ അടുത്തും ദേഷ്യപ്പെട്ട്. പല്ല് വേദനയാണ് കാരണം. ഓ അങ്ങനെ അതൊക്കെ മാറിക്കോളും. ആരൊക്കെ വന്ന UK വേണോന്ന്? എവിടെ ഇരിക്കുന്നത്? എടി നീ പോയി തപ്പടി. എന്റെ അടുത്തൊന്ന് ചോദിച്ചാ? ഞാൻ തപ്പിന്ന് കണ്ടില്ല, ഉണ്ടല്ലോ ചോദിച്ചേ. അതവിടെ എല്ലാം കാണും. പക്ഷേ എന്തോന്ന് അപ്പച്ചി ഒരുമാതിരി അപ്പുവിന്റെ അടുത്ത് സ്നേഹമില്ലാത്ത പോലെ. ഒന്നുമില്ലെങ്കിൽ അപ്പു നിങ്ങക്ക് മോതിരം തന്നതല്ലേ? അതിന് നീ എന്ത് വർത്തനാടി പറയണത്? മോതിരം തന്നാലേ സ്നേഹമുള്ളു. അങ്ങനല്ല, എന്നാലും സ്നേഹമൊക്കെ കാണിക്കണം. പുട്ട് കൊള്ളാം കേട്ടോ. ആണല്ലേ? അപ്പച്ചി ഏ? മോതിരം എവിടെ? മോതിരം എവിടെ? അത് ഞങ്ങൾ അടുത്താ ചോദിക്കുന്നത്. എടി മോതിരം എവിടെന്ന്? എന്തോന്ന് അപ്പച്ചി എവിടെന്ന്? അയ്യോ മോതിരം കാണാനില്ല. നന്നായി. എന്നിട്ട് അയ്യോ നീ എന്ത് ചെയ്യും? അയ്യോ എന്ത് ചെയ്യും? നോക്കണം. എവിടെയെങ്കിലും ഊരി വെച്ച് കാണും. ഇല്ല, ഞാൻ ഇട്ടതിന് ശേഷം ഊരിയിട്ടേ ഇല്ല. പക്ഷെ ഞാൻ അന്നേ പറഞ്ഞാണ് എനിക്ക് തരാനത്. ഞാൻ സൂക്ഷിച്ചു വെച്ചാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? മാമ അറിഞ്ഞ ഫുൾ കലിപ്പാവും. എന്ത് ചെയ്യും? കലിപ്പാവും, അത് ഉറപ്പാണ്, പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ. അയ്യോ നീ ഒരു ഐഡിയ പറ, പേടിപ്പിക്കാതെ. എന്തോന്ന് ഐഡിയ പറയാ? മോതിരം തപ്പണം, അത് അതിൽ കൂടുതൽ എന്തോന്ന് ഐഡിയ പറയാ? തപ്പാൻ കൂടെ വരൂ. വാ വരൂ നോക്കാം. പോയി